ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതാ നമുക്ക് അതിനായിട്ട് റവയാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് റവ, ഈ ഒരു ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 1 ഗ്ലാസ് തന്നെ വെള്ളവും 1/4 കപ്പ് പാലും 1/4 കപ്പ് തന്നെ തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ചേരുവകളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഒരു പിഞ്ചും കൂടെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് 2 തവണ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചില്ലി പൗഡറോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു കത്തിയോ സ്ക്വയറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ പറ്റി പിടിച്ചിട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ അടുത്ത സെറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ആയതിനു ശേഷം നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എടുത്തിട്ട് ഈ ഒരു മിക്സറിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുകയാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 വശവും ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ക്രിസ്പി ആവുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കിടിലനായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.